ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാനൊരു സോറി പറയുകയാണ്. കുറേ നാളായി ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു ട്രാവൽ യാത്ര വ്ളോഗാണ്, സോളോ ട്രാവലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇൻട്രോ എടുക്കാനായിട്ട് വിട്ടുപോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേറൊരു ഇൻട്രോ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് സോളോ ജേർണിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് യാത്രകൾ പോയിരുന്നു. അതിൽ ഞാൻ സ്വന്തമായി പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പ് ലാസ്റ്റ് വർക്കലയായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതെൻ്റെ സെക്കൻഡ് സോളോ ട്രാവലാണ്. അതായത് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഡൗൺ ആയി പോകുമ്പോഴൊക്കെ എനിക്കിപ്പോൾ ഉള്ളൊരു കൊതിയാണ് യാത്ര ചെയ്യാന്നുള്ളത്. അത് ഭയങ്കര പാഷനാണ്. പക്ഷെ കുറേ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അധികമൊന്നും യാത്ര ചെയ്യാൻ പറ്റാറില്ല. സോ പറ്റുന്ന സമയം ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പോകുന്ന ഒരാളാണ്. എനിക്ക് പ്ലാൻ ചെയ്യാണ്ട് പോകാൻ ഇതുവരെയും അറിയില്ല, പറ്റിയിട്ടില്ല. ചിലരും പറയും പ്ലാൻ ചെയ്ത് പോകുന്നൊന്നും നടക്കില്ലെന്ന്. പക്ഷെ എനിക്ക് പ്ലാൻ ചെയ്ത് പോയാലേ നടക്കാറുള്ളൂ. അങ്ങനെ പോയൊരു യാത്രയാണ്. ചെന്നൈ ആണ് സ്ഥലം. ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ പോകുന്നത്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല ചെന്നൈക്ക്. അതും തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ കുറേ സ്ഥലങ്ങളൊന്നും എനിക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഉള്ള സ്ഥലങ്ങൾ എനിക്ക് ഹാപ്പിനെസ്സും സന്തോഷവും ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു യാത്രയാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ ക്ലിപ്സും പിന്നെ ടിപ്സും ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ തുടക്കക്കാരായ കുറച്ച് സോളോ ട്രാവലേഴ്സിനെങ്കിലും ഇത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു യാത്ര ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ കുറേ ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇടാനായിട്ട്. ഇതേപോലെയുള്ള കുറച്ച് യാത്രകൾ കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എൻ്റെ ചാനൽ എന്തായാലും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ എൻ്റെ ചെന്നൈ യാത്ര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:50 എടുക്കുന്ന മംഗളൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ പോയത്. ഇപ്പം രാത്രി കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു 8 മണി 8:15 കൂടി നമ്മൾ ചെന്നൈ ഡോക്ടർ MG രാമചന്ദ്രൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രാത്രി ഞാൻ അങ്ങനെ ട്രെയിനിൽ അങ്ങനെ കിടന്നുറങ്ങാറില്ല, ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അതാ ചെന്നൈ സ്റ്റേഷനിലോട്ട് അടുക്കാറായി. അപ്പം എനിക്ക് കുറച്ചൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ റെഫർ ചെയ്തും പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. പിന്നെ എൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്ന കുറേ വ്ളോഗ്സ് കണ്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ രാത്രി ഉറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എത്താറായപ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ട്രെയിൻ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബുക്ക് ചെയ്തത് എനിക്കിങ്ങനെ സ്ലീപ്പറിൽ ലേഡീസ് കോട്ട കണ്ടപ്പോൾ അതിലൊരു സീറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതാ നമ്മൾ ബോർഡൊക്കെ കണ്ടു. അങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് അടുക്കാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. എത്തി, ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും, കുറച്ച് ഇങ്ങനെയൊക്കെ നടക്കും, അങ്ങനെ നടക്കും, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷനും പിന്നെ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എത്തി ഇറങ്ങി. നമ്മൾ വന്ന ട്രെയിനാണിത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞാൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്, അങ്ങോട്ടാണ് ആദ്യം പോയത് കേട്ടോ. അപ്പം അതിനു മുന്നേ ഇങ്ങനെ പല വീഡിയോസിലും കണ്ടു ഇതേപോലെ ട്രെയിനിൻ്റെ ട്രാക്ക് ഇവിടെ വന്ന് അവസാനിക്കുന്നത് കണ്ടു കേട്ടോ. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പം ഞാൻ എന്താ ഇവിടെയാണ് ഒന്ന് കയറി ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. നെയ്ച്ച് എക്സിക്യൂട്ടീവ് ലോഞ്ച് ഭയങ്കര കത്തിയാണ്, ഉള്ള കാര്യം പറയാലോ. 179 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും 200 രൂപയാണ് 1 അവറിന് അവർ ചാർജ് ഈടാക്കുന്നത്. AC ആണ്, അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഷൊർണൂരൊക്കെ നമുക്കിവിടെ 30 രൂപയ്ക്കാണ് കേട്ടോ.
ഞാനൊരു ഷവർ ചെയ്യാന്ന് വെച്ചിട്ടാണ് കയറിയത്. അങ്ങനെ പല്ല് തേച്ച് ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സുന്ദരമായിട്ട് പുറത്തിറങ്ങി. അപ്പം നമുക്ക് ഈ 450 രൂപയാണ് എനിക്ക് ഷവറിനും വെയിറ്റിംഗ് ലോഞ്ചിനും കൂടി ആയത്. അതിൽ കോംപ്ലിമെൻ്ററി കോഫി ആയിരുന്നു, നല്ല കോഫി ആയിരുന്നു. ഒരു ചാർജ് ആവാനായിട്ട് എനിക്ക് ആ കോഫി മതിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് സ്വസ്ഥായി. എന്നിട്ട് എൻ്റെ പ്ലാൻസ് ഒക്കെ ഒന്ന് നോക്കി പുറത്തിറങ്ങി ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ടു. ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഗുരുവായൂരൊക്കെ ഉള്ള ഒരു വലിയൊരു ഫാനൊക്കെ ഉണ്ട്, ഭയങ്കര കാറ്റാണ് പുറത്തിരിക്കുമ്പോൾ. പിന്നെ ഞാൻ നോട്ടട്ട് വെച്ചതാ അടയാർ ആനന്ദ ഭവൻ. എൻ്റെ അടുത്ത് കൊളീഗ്സ് പറഞ്ഞിരുന്നു ചെന്നൈ പോകുമ്പോൾ അവിടുന്ന് സ്വീറ്റ്സ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ അത് ഞാൻ നോക്കി വെച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ പുറത്ത് പല സ്ഥലത്തുണ്ടെന്ന് അറിയാം. പിന്നെ പുറത്തിറങ്ങി ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള റെയിൽവേ സ്റ്റേഷനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നും. എനിക്ക് ആ ഖുഷി സിനിമയിൽ ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ ഇവർ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെയുള്ള ഈ റെഡ് കളറൊക്കെ അന്ന് ഞാൻ നോട്ട് ചെയ്തിരുന്നു, പല ഫിലിമിലും നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ യൂബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനൊരു കട നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ ചേട്ടന്മാരെ എന്തായാലും ഡയറക്റ്റ് ഓട്ടോ കുറേ നമ്മളിങ്ങനെ വിളിച്ചു, പക്ഷെ ഞാൻ കയറിയില്ല. യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂബറിൽ നമുക്ക് പറഞ്ഞ പൈസ കൊടുത്താൽ മതി, അവർ ജസ്റ്റ് ഒരു 10 റുപ്പീസ് അല്ലെങ്കിൽ 5 റുപ്പീസ് ഒന്ന് കൂട്ടി പറയും. അപ്പോൾ പൊളൈറ്റായിട്ടാണ് ഒക്കെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെന്നൈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യൂബറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു, അതും കേരളത്തിൽ നിന്ന് പുറത്ത് വരുന്നു. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കേട്ടോ, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ചെന്നൈ യാത്ര ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷന് കുറച്ചടുത്തായിട്ടുള്ള ട്രിപ്പിളിക്കൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് എൻ്റെ റൂം വരുന്നത്. അവിടെ നിന്ന് തന്നെ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള കുറച്ച് സ്ഥലങ്ങളിലോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. 1948 മുതൽ ചെന്നൈയിലെ വിൻറ്റേജ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് രത്ന കഫേ. അപ്പോൾ അവിടേക്കാണ് ആദ്യം പോയത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു കോലൊക്കെ കണ്ട് പിന്നെ അവിടെ കയറിയിരുന്നു. അവിടുത്തെ സിഗ്നേച്ചർ ഡിഷായ സാമ്പാർ ഇഡ്ഡലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു. ഒരു കപ്പിൽ ആ ചേട്ടൻ വന്നിട്ട് സാമ്പാർ മൊത്തം അങ്ങോട്ട് ഇഡ്ഡലിയുടെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആവി കറക്കണ സാമ്പാറും പിന്നെ ഫിൽറ്റർ കോഫി ആയിരുന്നു എൻ്റെ ചെന്നൈ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം ഞാനൊരു കാപ്പി റെയിൽവേ സ്റ്റേഷനിൽ കുടിച്ചായിരുന്നു. അതുപോലെ ഇത് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഒരു കാപ്പിയായിരുന്നു. 40 രൂപയാണ് ഫിൽറ്റർ കാപ്പിയുടെ വില. അപ്പം അങ്ങനെ അതും കഴിച്ച് പിന്നെ ഇവിടെ നിന്ന് ഞാൻ നടന്നു പോയി നമ്മുടെ റൂമിലോട്ട്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്ന ദൂരേ ഉള്ളൂ. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഈ ഹോട്ടലിന് കുറേ പ്രത്യേകതകളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് പറയാം. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളും കാഴ്ചകളും ഞാൻ ബാക്കി കണ്ടതൊക്കെ. സോ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിപ്പോൾ കാണാം. പിന്നെ ഈ യാത്ര പോകുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എനിക്ക് എൻ്റെ ഒരു മെൻ്റൽ പീസ്, ഞാൻ കുറച്ചും കൂടി ബോൾഡ് ആവണം. ഞാൻ അങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ട് ആംബിവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ എനിക്ക് എന്നെ തന്നെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഓരോ യാത്രയും സോളോ ട്രാവലിനെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ കുറേ പോരായ്മകൾ കാണും. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ യാത്ര പോകുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ, എന്നെ കുറച്ചും കൂടി ബോൾഡ് ആക്കണം, എനിക്ക് കുറേ കാര്യങ്ങൾ അറിവ് നേടണം. ഇങ്ങനെ തനിച്ച് യാത്ര പോകുന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ ചുറ്റുള്ളവർ കുറേ പേര്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, ഒറ്റയ്ക്കോ എന്നുള്ളൊരു നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ല, ഞാൻ നടവിടാൻ പോടും, അപ്പോൾ ഒറ്റയ്ക്കോ എന്നിങ്ങനെ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാനും കേട്ടിരുന്നു. ഒറ്റയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകൂടെ, കുട്ടീനെ കൊണ്ടുപോകൂടെ, അതൊക്കെ അവരുടെ കൺസേൺ ആണ്, ഞാൻ അതിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ
എനിക്ക് ഞാൻ എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണം. ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് കാണാത്ത കാഴ്ചകൾ കുറയണം. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് നിന്ന് നിൽക്കുന്ന ആൾക്കാരായി മാറരുത്. പൊട്ടക്കിണറ്റിൽ നിന്ന് കുറച്ചും കൂടി അപ്പ് ചെയ്യണം എപ്പോഴും എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള യാത്രകൾ എന്നെ കൂടുതൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാകില്ല, അങ്ങനെ പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ 8ാമത്തെ യാത്രയായിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഞാൻ പോയത് കുറച്ച് തന്നെയാണ് പോകുന്നെങ്കിലും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ലേഡീസ് അങ്ങനെയുള്ള ഒരു ട്രാവൽ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പോവാറുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക അനുഭവം അല്ലെങ്കിൽ കുറേ യാത്ര എക്സ്പീരിയൻസ്, ഇപ്പം എത്ര പേര് നമ്മളിങ്ങനെ കാണുന്ന കുറേ വ്ളോഗേഴ്സിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും തോന്നിക്കൂടാ, നമുക്ക് എന്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൂടാ, അറിവ് നേടിക്കൂടാ എന്നുള്ള കുറേ ചിന്തകളുണ്ട്. പിന്നെ ഒരു നമുക്ക് എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആംബിവേർട്ട് പേഴ്സൺ ആണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സമയമൊക്കെ ഞാൻ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ. പക്ഷേ നമുക്ക് എല്ലാത്തിനെയും കുറിച്ചൊരു കൺസേൺ ഉണ്ടാവണം. ഒരു നമുക്ക് എന്ത് പറ്റും, എന്തൊക്കെ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ ക്യാരി ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കും. നമ്മളൊരാളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മളിതൊന്നും അല്ല, അവരുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കറിയാലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. സോ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യണം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഒരു ഹോട്ടൽ സെർച്ച് ചെയ്ത് അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ നമ്മുടെ യാത്രയിലുടനീളം ഉണ്ടാവാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സോളോ ട്രാവൽസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് എന്താ പറയുക, നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ്, വേഴ്സ്റ്റ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എനിക്കും കുറച്ച് പ്രചോദനമാണ് അങ്ങനെയുള്ള കമൻസ് ഒക്കെ. അപ്പം ഞാൻ ഈ യാത്ര പോയി വന്നപ്പോൾ ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തും എൻ്റെ ഫാമിലിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത്, ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു പലരും, ഒരാളായിട്ട് ഇങ്ങനെ പോവുക, ഒരു കമ്പനി ഇല്ലാണ്ട് ഇങ്ങനെ പോവാന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ എന്താ, നമുക്ക് നമ്മുടെ കമ്പനി തന്നെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയണത്. അതിങ്ങനെ കുറച്ച് അതായത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് അവർക്കിത് മനസ്സിലാവാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ പോലെ കുറേ പേര് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. എല്ലാവർക്കും ആഗ്രഹമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാനും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, നമുക്ക് ആരുടെയും എന്താ പറയുക, അങ്ങനെയല്ല അഴിച്ചുവിട്ട പോലെ എന്നല്ല ഞാൻ പറയണേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുഞ്ഞിതാണെങ്കിലും ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട്, നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്കോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോയിക്കൂടാ? എനിക്ക് ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകാനും കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എനിക്ക്. ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തൊരു ആളൊന്നുമല്ല എന്തായാലും. അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ആണ് ഈ യാത്ര, ഒറ്റയ്ക്കുള്ള യാത്രകൾ. സോ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടും കൂടി വരുന്നുണ്ട്. സോ അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും ഈ യാത്ര പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത സോളോ ഡെസ്റ്റിനേഷനും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പോവാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങളിൽ എല്ലാവരും കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ റീസെൻ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പോവാത്ത സ്ഥലങ്ങൾ എനിക്ക് സെൽഫായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കുഞ്ഞു സ്ഥലങ്ങൾ ഇങ്ങനെ തന്നെ പോയി നമുക്ക് വലിയതിലേക്ക് പോവാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ. ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ്, ഷെയർ. താങ്ക് യു. ബൈ.